റാപ്പർ വേടന്റെ കേസിനകത്ത് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിട്ടുണ്ട്. പുലിപ്പല്ല് ഒറിജിനൽ പുലിയുടേതാണെന്നാണ്. അതായത് പുതിയ സർക്കാർ വന്നപ്പോൾ തന്നെ പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ആദ്യ നടപടികൾ. അതിന്റെ മുന്നോടിയായിട്ട് തന്നെ സർക്കാർ മാറിയപ്പോൾ തന്നെ നടപടി വരുന്നുണ്ട്. കാരണം പോലീസാണല്ലോ പോയി പിടിച്ചത്. ഊരിക്കൊടുത്തത് CPM ആണല്ലോ. ഉം. അതുകൊണ്ടായിരിക്കാം അല്ലേ സാർ ഈ മാറ്റം? അല്ല, കേസ് ഇപ്പോൾ പുലിപ്പല്ലാണെന്ന് തെളിഞ്ഞു. ഇനിയും കേസ് എടുക്കണം. ഈ ഗവൺമെൻറ് അയാൾക്കെതിരെ സ്വീകരിക്കുന്ന നടപടി എന്തായിരിക്കും, അയാളോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ പ്രിയൻ. കാരണം ഇദ്ദേഹം, ഞാൻ കേട്ടിടത്തോളം, ഈ റാപ്പർ ഹിരൺ മുരളി, എന്താ ഹിരൺദാസ് മുരളി. ഹിരൺദാസ് മുരളി, ഇദ്ദേഹം ഒരു നല്ല കഥാപാത്രമല്ല. ഇദ്ദേഹത്തിനെ കുറിച്ച് എന്തുമാത്രം ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. കഞ്ചാവ് കൈവശം വെച്ചു, മയക്കുമരുന്ന് കേസിൽ പ്രതി, അതുകൂടാണ്ട് പലവട്ടം പീഡനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പീഡനത്തിന് വിധേയയായ വിക്ടിംസ് ഒക്കെ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പുലിനഖം അല്ലെ പുലിപ്പല്ല് പിടിച്ചെടുത്തു. അത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് തെളിഞ്ഞാൽ തന്നെ അത് നിയമവിരുദ്ധമാണ് ആയിട്ടാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താനായിട്ട് ഇത്ര താമസം എടുത്തു എന്നുള്ളത് വളരെ അതിശയകരമാണ്. ഇയാൾക്ക് രാഷ്ട്രീയമായിട്ട് ഇയാൾക്ക് നല്ല എന്താ പിന്തുണ എവിടെ നിന്നോ ലഭിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ഇത് ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത്, ഇയാൾക്ക് എന്താണ് ഇയാളുടെ പ്രത്യേകത, ഇയാൾക്കെതിരെ കേസ് എടുക്കാൻ ഇത്ര വൈകിയതും ഒക്കെ എന്താണെന്നുള്ളതിനെ പറ്റി അറിയണം. ഇപ്പോൾ എന്തൊക്കെയാണ് ഇയാളുടെ പേരിലുള്ള വേറെ പല കേസുകളും പ്രിയൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത്. ഏതൊക്കെയാണത്? അതായത് ഇയാളുടെ പേരിൽ പല കേസുകളുണ്ട്. ഒന്ന് ഈ പുലിപ്പല്ലിന്റെ കേസുണ്ട്. ഉം. അതുപോലെ തന്നെ പീഡന പരാതിയുണ്ട്. പിന്നെ കഞ്ചാവ് ഇയാളുടെ ഫ്ളാറ്റിൽ നിന്ന് ഹിൽ പാലസ് പോലീസ് പിടികൂടിയായിരുന്നു. ഉം. കഞ്ചാവ് ഉപയോഗിക്കുകയായിരുന്നു. അത് ഹൈബ്രിഡോ അങ്ങനെ എന്തോ പുതിയ തരം കഞ്ചാവുണ്ട്. ഉം. ആ കഞ്ചാവാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 5 ഗ്രാം കഞ്ചാവ് വളരെ മാരകമായിട്ടുള്ള ലഹരി മരുന്നാണ്. അത് വലിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പോലീസ് ചെന്ന് പിടികൂടുന്നത്. അവിടെ വെച്ചിട്ടാണ് അങ്ങനെയാണ് ഈ ലോക്കറ്റ്, ഈ പുലിപ്പല്ലൊക്കെ ഉള്ള ലോക്കറ്റൊക്കെ വെളിയിൽ വരുന്നത്. പക്ഷേ ഇതിന് ഇയാൾക്ക് അംഗീകാരം പിന്നീട് സർക്കാർ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ പാട്ട് പിന്നെ അംഗീകാരം കൊടുത്തു. ഇയാളെന്താ സംസ്ഥാന അവാർഡ് കൊടുത്തു. ചലച്ചിത്ര അവാർഡ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ എന്തോ കേരള ശ്രീയോ കേരള രത്നയോ അങ്ങനെ എന്തോ അവാർഡും കൂടെ കൊടുക്കുന്നു. പിന്നെ മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ പാട്ടുകൾ, ഇയാൾ എഴുതിയ ഈ പാട്ടുകളൊക്കെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നു. അതാണ് ഏറ്റവും ഓ. അപകടകരമായിട്ടുള്ള കാര്യം. അതായത് കുമാരനാശാനും ഉള്ളൂരും വള്ളത്തോളും ഒക്കെ എഴുതിയ കവിതകൾ പഠിച്ചിരുന്ന കുട്ടികൾ ഇനി റാപ്പർ വേടൻ്റെ കവിതകളാണ് പഠിക്കേണ്ടി വരിക. അതെ. ഇദ്ദേഹത്തിൻ്റെ കവിതയുടെ മനോഹാരിതയോ പ്രത്യേകതയോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ സാർ ഇയാൾ റാപ്പർ അല്ല, ശരിക്കും റേപ്പറാണ്. ഒരു ഏട് അല്ല, ഒരു പീടെ കുറവേ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ. റേപ്പിസ്റ്റ് എന്നാണ് പറയുക, റേപ്പിസ്റ്റ്. റേപ്പിസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇത് ഈ ഇയാൾ എന്ത് കവിതയാണ് എഴുതിയേക്കണതെന്നൊന്നും നമുക്കറിയില്ല. കാരണം ഞാൻ യൂട്യൂബിലാണ് ഇയാളുടെ ഈ പാട്ടിൻ്റെ ഷോ കണ്ടത്. എനിക്ക് വളരെ ഒരു അരോചകമായിട്ട് തോന്നി. ഒരു നോസിയേറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇയാളുടെയൊക്കെ പാട്ട് കേൾക്കുമ്പോൾ. നമ്മൾ ഈ പറഞ്ഞ പോലെ എനിക്ക് വലിയ സംഗീതത്തിൽ വലിയ പാണ്ഡിത്യമൊന്നും ഇല്ലെങ്കിൽ കൂടി നല്ല പാട്ട് കേട്ട് കഴിഞ്ഞാൽ അറിയാം. കവിതകൾ കേട്ട് കഴിഞ്ഞാൽ ഇത് കൊള്ളാലോ എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു. അത്ര നല്ല കവിതകളാണ് ഈ പറയുന്ന മഹാന്മാർ എഴുതിയത്. അവരുടെ സ്ഥാനത്ത് നമ്മുടെ കുട്ടികൾ ഇതുപോലുള്ള ഒരു ക്രിമിനൽ എഴുതിയ നാലാംകിട കവിത എന്ന് പോലും പറയാൻ പറ്റാത്ത കവിത പഠിച്ചു കഴിഞ്ഞാലത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം ഇയാൾക്ക് എന്തായി ഈ പാട്ടിനോട് യുവജനങ്ങൾക്ക് ഇത്രമാത്രം ആഭിമുഖ്യം വരാനായിട്ടുള്ള കാരണം എന്താണ്? ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഘടകമില്ലേ? അത് ഈ പറയുന്ന നമുക്ക് കുമാരനാശാൻ സാർ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ആലോചിക്കായിരുന്നു. ഇപ്പൊ കുമാരനാശാനെ പറ്റിയിട്ട് കുമാരനാശാന്റെ കവിത പഠിക്കുന്നു. ഇപ്പൊ നളിനി ആയിക്കോട്ടെ, ചിന്താവിഷ്ടയ സീത ആയിക്കോട്ടെ, ഇത് പഠിക്കുന്നു. ആ പാഠപുസ്തകത്തിൽ തന്നെ അനുബന്ധമായിട്ടൊരു ചോദ്യം കാണും കവിയെ പറ്റിയിട്ട്. അപ്പൊ നമ്മൾ കവിയെ പറ്റിയിട്ട് എഴുതും. അപ്പൊ കവി കുമാരനാശാൻ, നവോത്ഥാന നായകൻ, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ, SNDPയുടെ ആദ്യ ജനറൽ സെക്രട്ടറി, മഹാനായ മനുഷ്യൻ, സംസ്കൃത പണ്ഡിതൻ, ഇങ്ങനെ ഉത്തരേന്ത്യയിലൊക്കെ പോയി പഠിച്ച ആളാണ്. വലിയ വിശേഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമാരനാശാനെ പറ്റി എത്ര വിശേഷങ്ങളാണ് എഴുതി കഴിഞ്ഞാൽ തീരില്ല. അത് ബ്രിട്ടീഷ് ഓ രാജാവിൻ്റെ അടുത്ത് നിന്ന് പട്ടും വളയൊക്കെ മേടിച്ച ആളാണ് അതിന്റെ അദ്ദേഹം. അത് മാത്രമല്ല ഈ പറയുന്ന നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു. വള്ളത്തോൾ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്.
ഉം. അതുപോലെ തന്നെ വലിയ കോൺട്രിബ്യൂഷൻസ് ഭാഷയ്ക്ക് തന്നെ മഹാകവികളല്ലേ. അപ്പോൾ ഓരോ കവിയെ പറ്റിയിട്ട് നമുക്കിങ്ങനെ കുഞ്ഞിരാമൻ നായരെ പറ്റിയിട്ടാണെങ്കിൽ ഓരോ കവിയെ പറ്റിയിട്ട് ഇങ്ങനെ നമുക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും. അവിടെയാണ് റാപ്പർ വേടനെ പറ്റി പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം കഞ്ചാവ് വലിച്ചതിന് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഓടവേ പോലീസ് പിടികൂടി. അവിടെ വെച്ച് പുലിനഖം കിട്ടി, പുലിപ്പല്ല് കിട്ടി. പിന്നെ മൂന്നാല് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. അതിൻ്റെ കേസ് നടക്കുന്നു. എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ കവിയെ പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ പഠിക്കേണ്ടത് ഇതൊക്കെയാണോ? എന്നൊരു ചോദ്യവും കൂടെ അവിടെ വരുന്നുണ്ട് സർ. അപ്പോൾ അതിമാരകമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ പഠിക്കേണ്ടത് വ്യക്തികൾ ആരെയാണ് മാതൃകയാക്കേണ്ടത്. മാതൃകയാക്കേണ്ടത് രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തവർ, സമൂഹത്തിന് വലിയ സംഭാവനകൾ ചെയ്തവർ, ഈ പറയുന്ന നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിച്ചവർ, അവരെയല്ലേ മാതൃകയാക്കേണ്ടത്. ഇത് ഒരു ബോധവും ഇല്ലാത്ത പ്രായത്തിൽ, അതായത് ടീനേജിൽ നമുക്ക് വളരെയധികം ഓരോ വ്യഗ്രത തോന്നുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ഹോർമോൺ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് തോന്നുന്ന ചാബല്യങ്ങളുണ്ടാകും. അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. നമ്മളല്ലാതെ കഴിഞ്ഞിട്ടാണ് വന്നത്. ആ സമയത്തുണ്ടാകുന്ന അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് ആൾക്കാർ പ്രവർത്തിച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് സാറ് ചോദിച്ചതിൻ്റെ ഉത്തരവ് ഇതാണ്. കുട്ടികൾക്ക് അറിവില്ലാതെയാണ് ഇയാളുടെ പുറകെ പോകുന്നത് എന്നുള്ളത്. ഈ സംഗീതം എന്ന് പറയുമ്പോൾ അതിനൊരു മനോഹാരിതയുണ്ടല്ലോ, ഒരു ആകർഷണീയതയുണ്ടല്ലോ. അതുപോലും നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവില്ലേ? ഇയാൾ പാടുമ്പോൾ അത് സംഗീതമല്ല, ശരിക്കും ഒരു എരുമ അമറുന്ന ശബ്ദത്തിലാണ് അയാൾ പാടുന്നത് അത് എന്നുള്ളതൊന്നും. ബഹളത്തിൽ കുട്ടികൾ ആകർഷകരാവുകയാണ്. എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിക്കുന്നതിൻ്റെ കുഴപ്പമാണ്. പണ്ട് ഞാനൊരു ഗായകനെ പറ്റി പറയാം. ഈ 1985 തോന്നുന്നു ആഫ്രിക്കയിൽ വളരെ ക്ഷാമം നേരിട്ടു. അപ്പോൾ ലൈവ് എയ്ഡ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ലോകത്തെ ഏറ്റവും വലിയ സംഗീതജ്ഞന്മാർ ചേർന്ന് അവതരിപ്പിച്ചു. ഇംഗ്ലണ്ടിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ നിന്നും, പിന്നെ അമേരിക്കയിൽ ഒരു വലിയ സ്റ്റേഡിയം ഉണ്ട്, അവിടെ നിന്നൊക്കെ ഒരേ സമയം തത്സമയം ആ, ഇവിടെ അമേരിക്കയിലെ മാഡിസൺ സ്ക്വയർ ആണെന്ന് തോന്നുന്നു. അവിടുന്ന് കുറച്ച് പേര് അവർ പാട്ട് പാടും. ഉടനെ തന്നെ അത് നേരിട്ടുള്ള സംപ്രേഷണമാണ്. എനിക്കത് കാണാനായിട്ട് കഴിഞ്ഞു അത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ വെംബ്ലിയിൽ പാടും. പിന്നെ യൂറോപ്പിൽ വേറെ ഏതോ ഒരു വെന്യൂവിൽ പാടും. അങ്ങനെ പലരും ആ ലൈവ് എയ്ഡിന് വേണ്ടി മാത്രം കമ്പോസ് ചെയ്ത പാട്ടുകളുണ്ടായിരുന്നു. വി ആർ ദ വേൾഡ്, വി ആർ ദ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 85 എന്ന് നടക്കുന്നത്. അപ്പം അതിൽ ഒരു ഇന്ത്യൻ വംശജനായ, ഭാരതീയ വംശജനായ ഒരു ഗായകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എന്താ മർഫി അല്ല, ഫ്രെഡി മർഫി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഫ്രെഡി മർഫി. അപ്പോൾ ഈ ഫ്രെഡി മർഫിയുടെ പ്രത്യേകത, നല്ല പാട്ടുകാരനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ വെംബ്ലി സ്റ്റേഡിയത്തിൽ നിന്നാണ് അന്ന് പാടിയത്. വലിയ ആരാധകരുണ്ടായിരുന്നു. അദ്ദേഹം പാടുമ്പോൾ അതിനൊപ്പം പാടാനായിട്ട് ആയിരക്കണക്കിന് ജനങ്ങളാണ് അന്ന് വെംബ്ലി സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയത്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ലോകത്ത് എല്ലായിടത്തും സംപ്രേഷണം ചെയ്തിരുന്നു ഇത്. ഈ ഫ്രെഡി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ത്യൻ വംശജൻ എന്ന് പറഞ്ഞാൽ സാൻസിബാറിലാണ് അയാൾ ജനിച്ചത്. അയാളുടെ അച്ഛനും അമ്മയും പാഴ്സി വംശജരായിരുന്നു. ഇയാളുടെ യഥാർത്ഥ പേര് ഫറൂഖ് ബൽസാര എന്നാണ്. അപ്പോൾ പക്ഷേ ഇയാൾ പാട്ട് രംഗത്ത് വന്നിട്ടാണ് ഈ ഫ്രെഡി മർഫി എന്നുള്ള പേര് വന്നത്. ഫ്രെഡി മർഫി എന്നാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ആ പേര് ഫ്രെഡി മർഫി എന്നായിരിക്കണം. അപ്പോൾ അയാൾ നല്ല ഗായകനായിരുന്നു. പക്ഷേ ഈ കുത്തഴിഞ്ഞ ജീവിതം അയാൾ എവിടെ കൊണ്ടെത്തിച്ചു എന്നറിയോ? 45 വയസ്സൊറ്റ പ്രായമുള്ളപ്പോൾ അയാൾ എയ്ഡ്സ് എന്ന രോഗം ബാധിച്ചാണ് മരിച്ചത്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയുന്ന രോഗം ബാധിച്ചാണ് മരിച്ചത്. വളരെ ദുഃഖകരമായിരുന്നു അത്. നല്ല ഗായകനായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ വേടനൊക്കെ ഇപ്പോൾ പാടുന്ന പോലെയൊക്കെ ഒന്നുമല്ല. അയാൾ നല്ല എന്താ മനോഹരമായ ഗാനങ്ങളാണ്, ഇംഗ്ലീഷ് ഗാനങ്ങളാണ് ആലപിച്ചിരുന്നത്. അപ്പോൾ അതേപോലെ ഇങ്ങനെ കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ മറ്റൊരു വിക്റ്റിമോ അല്ലെങ്കിൽ മറ്റൊരു പ്രതീകമാണ് ഈ വേടൻ എന്ന് പറയുന്നു. ഇപ്പോൾ ഇതേപോലെയുള്ള ഒരു മനുഷ്യന് അവാർഡ് കൊടുത്തുവല്ലോ, എന്താ ഈ തമിഴ്നാട്ടിൽ വൈരമുത്തു എന്ന് പറഞ്ഞ്. അയാൾക്കെതിരെ എന്തുമാത്രം ആരോപണങ്ങളാണ്. മീ ടു കേസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമാ ഗായിക തന്നെ അയാൾക്കെതിരെ രംഗത്ത് വരികയുണ്ടായിരുന്നു. ഒരാൾ വന്നതോടുകൂടി കുറേ അധികം വനിതകൾ അയാൾക്കെതിരെ രംഗത്ത് വന്നു. ദ്രവിഡ പാർട്ടിയുടെ വലിയ നേതാവാണ് ഈ വൈരമുത്തു. പാട്ട് എഴുത്തുകാരനാണ് തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ.
അയാൾക്ക് വലിയ അവാർഡ് കൊടുത്തപ്പോൾ ഭയങ്കര പ്രതിഷേധമായിരുന്നു. അപ്പം അതേപോലെ ഈ അയാളുടെ അയാൾ നല്ല കവിതകളായിരിക്കില്ല അയാൾ എഴുതിയേക്കണേന്ന് നമുക്ക് അനുമാനിക്കാം. ആ, അതേപോലെ നന്നായിട്ട് പാട്ട് പാടിയിട്ടുണ്ടാവില്ല. അപ്പം അയാൾക്കൊരു ബഹുമതിയൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ടി വിയിൽ ഒന്ന് രണ്ട് തവണ ഈ ഗോവിന്ദനില്ലേ, നമ്മുടെ CPM-ന്റെ എം വി ഗോവിന്ദൻ. ഡ്രിൽ മാസ്റ്റർ ഗോവിന്ദൻ, അദ്ദേഹം ഈ വേടനെ പ്രകീർത്തിച്ച് സംസാരിക്കണ ഞാൻ അതെ. കേട്ടിട്ടുണ്ട്. അങ്ങേരെ എവിടെ ചെന്നാലും കുഴപ്പമാണ് ഈ ഗോവിന്ദൻ തൊട്ടത് മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ട്. CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പിൽ കുളിപ്പിച്ച് പിണറായി വിജയനെ കുളിപ്പിച്ച് കിടത്തി അദ്ദേഹം. അതേപോലെ വേടനെയും ഒരു പരിവാക്കിയിട്ടുണ്ട് മൂപ്പര്. ഇത് പുതിയ ഗവൺമെൻറ് ഇയാൾക്കെതിരെ നടപടിയെടുക്കണം, ശക്തമായ നടപടിയെടുക്കണം. ഇത് യുവജനങ്ങൾക്കിടയിൽ ഇതൊരു ചീത്ത സിമ്പലായിട്ട് വളരാൻ സാധ്യതയുണ്ട്. വളരും ഇയാൾ, ഈ വേടൻ. അയാളെ വളർത്താൻ, അല്ലെങ്കിൽ അയാളൊരു ഇപ്പം അയാൾ എന്തെങ്കിലും പറഞ്ഞ അയാളുടെ ദളിത് പശ്ചാത്തലമൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ജാതി രാഷ്ട്രീയമാണ്, അങ്ങേ അറ്റമാണ്. ആ വിഷമാണ് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുന്നത്, ജാതി വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വേടൻ. അതുപോലെ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി. ഏതൊരു ഫിലിം ഫെസ്റ്റിവലിൽ വെച്ച് അടൂർ ഗോപാലകൃഷ്ണൻ ഏതൊരു ഗായികനെ പറ്റി ആരോ പ്രകീർത്തിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ ഈ ഗായികനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുകയെന്ന് പറഞ്ഞു. അതിന് എന്തായിരുന്നു കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ, ജയശങ്കറിൻ്റെ ഭാഷ പറഞ്ഞ സാംസ്കാരിക നക്കികൾ മുഴുവൻ വന്ന് അടൂർ ഗോപാലകൃഷ്ണനെ അടിച്ചിരുത്തി. അത് ഒരു പാട്ടുകാരിനെ പറ്റി എന്താ പറഞ്ഞത് എനിക്കറിയില്ല, പേരൊന്നും ഞാൻ മറന്നുപോയി. അപ്പം അവർ ഇവിടെ ആരും പാട്ട് പാടാനൊന്നും വിളിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വലിയ വലിയ ഗായിക എന്നൊക്കെ പറഞ്ഞ ചിത്ര, അങ്ങനെയൊക്കെ ഉള്ളവരാണല്ലോ ഗായികയൊക്കെ ആയിട്ടുള്ളത്. പിന്നെ വേറെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, മിസ് രാധാകൃഷ്ണ, ഐ ഡോണ്ട് റിമെമ്പർ ഹെർ നെയിം എക്സാക്ട്ലി. ഈ പാട്ടുകാരൊന്നും ചിത്ര നല്ല ഗായികയാണ്. സുജാത ഈസ് വണ്ടർഫുൾ. സുജാതയുടെ മകളും ഉണ്ട്, പേര് മറന്നു ഈ കുട്ടിയുടെ. നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടികളാണ്. പിന്നെ ഇപ്പൊ വളരെയധികം ഉത്തരേന്ത്യയിൽ നിന്ന് വന്നിട്ട് പാട്ട് പാടുന്ന ശ്രേയാ ഘോഷൽ, ഞാൻ അധികം കേട്ടിട്ടില്ല. അങ്ങനെ കുറെ ഗായകരിപ്പുണ്ട്, മലയാളത്തിന് ഗംഭീര ഗായകരിപ്പുണ്ട് ഒരുപാട്. പക്ഷെ ഇതൊരു പ്രതീകം ഇത് എവിടെ നിന്ന് വന്നു എന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഞാൻ എന്താ ഈവൻ പണ്ടൊരു ചലച്ചിത്രങ്ങളിലൊന്നും അവസരം കിട്ടാതെ പോയ ഒരു ഗായികയുണ്ട് മലയാളത്തിലെ, തെന്നൽ എന്ന് പറഞ്ഞിട്ട്. നാടകത്തിൽ പിന്നണി പാടിയതിന് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ കുട്ടിക്ക് പലവട്ടം അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം റിട്ടയറായി, ഇപ്പം കേൾക്കാറില്ല ഇപ്പം. അതല്ലെങ്കിൽ നിറച്ചും വളരെ അംഗീകാരമുള്ള കുട്ടിയായിരുന്നു അത്. നല്ലൊരു ഗായികയാണ് റിമി ടോമി. റിമി ടോമിയൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഇല്ലാത്ത എന്ത് ക്വാളിറ്റിയാണ് ഈ ഇപ്പം റിമി ടോമീനെ അടൂർ ഗോപാലകൃഷ്ണൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദേഷ്യം വരും. ഈ പറഞ്ഞ പോലെ എല്ലാവരും ടി വിയിൽ ഒരു അവതാരകയും ഗായികയും നടിയും പിന്നെ ബാക്കി എല്ലായിരുന്നു അവർ. ഈ ഇങ്ങനെയുള്ള വേടനെയും വേടീനെയൊക്കെ പോലെയുള്ള വേടനും വേടത്തെയൊക്കെ ഈ ജാതിയുടെ പേര് പറഞ്ഞ് അത് അംഗീകാരം പിടിച്ചു പറ്റണ തെറ്റാ. ശരി, അത് സാർ കഴിവില്ലാത്തതുകൊണ്ട്, ഈ കലയിൽ കഴിവില്ലാതെ വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തിടേണ്ടി വരുന്നത്. കാരണം കലയിൽ നമ്മൾ യേശുദാസിന്റെ ജാതി മതം എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട്? ആകപ്പാടെ ഗുരുവായൂർ വിവാദം വന്നപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക, ഓ ശരിയാണല്ലേ, ഇങ്ങനെ ക്രിസ്ത്യാനിയാണല്ലേ എന്ന് ചിന്തിക്കുന്നത്. കാരണം യേശുദാസിനെ പറ്റി അങ്ങനെ ചിന്തിക്കാനൊരു അവസരമില്ല. കാരണം യേശുദാസിന്റെ സംഗീതം കഴിഞ്ഞിട്ടല്ലേ അടുത്ത കാര്യത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ യേശുദാസിന്റെ സംഗീതം കഴിയുന്നില്ലല്ലോ. അതാണ്, യേശുദാസിന്റെ സംഗീതം തുറന്നുകൊണ്ടേയിരിക്കുന്നു, നമ്മളത് കേട്ടുകൊണ്ടേയിരിക്കുന്നു, അത് അവസാനിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ മറ്റൊന്നിന്റെ ആവശ്യം വരുന്നില്ല അവിടെ. പ്രിയൻ, ഇത് സംഗീത രംഗത്ത് മാത്രമുള്ള കാര്യമല്ല, സാഹിത്യ രംഗത്തും ഉണ്ട്. സാഹിത്യ രംഗത്ത് കുറെ ഈ ഒരു മുസ്ലിം അതല്ലെങ്കിൽ ക്രൈസ്തവ റൈറ്റേഴ്സിന് അവർക്ക് അർഹിക്കാത്ത അംഗീകാരമാണ് പലപ്പോഴും കിട്ടണത്. ഞാനൊരു ഉദാഹരണം പറയും. ഇന്നാൾ ഒരു വലിയ വിവാദം ഉണ്ടായി ഇവിടെ, അതങ്ങ് മൂടി വെച്ചിരിക്കുക. ഒരു പോക്കരെന്ന് പറഞ്ഞൊരുത്തൻ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലുകളെ കുറിച്ചോ പുസ്തകങ്ങളെ കുറിച്ച് പഠനം നടത്തി അയാൾക്ക് വിലാസിനി അവാർഡ് ഒപ്പിച്ചു അയാൾ ഈ കേരള സാഹിത്യ അക്കാദമിയുടെ. ആ അവാർഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ പോക്കർക്ക് അവാർഡ് കൊടുത്തത്. അത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചില്ല. ആ പുസ്തകം എന്ന് പറയുന്നത് തന്നെ മുഴുവൻ അക്ഷരത്തെറ്റും ഗ്രാമർ മിസ്റ്റേക്കും ഒക്കെയാണ് അതിനകത്ത്. അതേപോലെ വേറൊരു സാഹിത്യ പ്രതിഭാസം വന്നിട്ടുണ്ട്, സാമൂഹ്യ സാംസ്കാരിക പ്രതിഭാസം, KEN കുഞ്ഞാമത് എന്ന് പറഞ്ഞു. ഞാൻ ഇയാളെ കുറിച്ച് ശ്രദ്ധിക്കണ, ഒരിക്കൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി
അച്യുതാനന്ദൻ അദ്ദേഹത്തിനെ ഈ KN കുഞ്ഞഹമ്മദ് എന്തോ പറഞ്ഞ് വിമർശിച്ചു. അപ്പോൾ അതിനെപ്പറ്റി പത്രക്കാരാരോ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓ ആ കൊരങ്ങൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടാലും ഒരു കൊരങ്ങൻ്റെ ലക്ഷണമുണ്ട്. കുരങ്ങന്മാർ കേസ് കൊടുക്കില്ല എന്ന് വിചാരിക്കട്ടെ എനിക്കെതിരെ. അപ്പോൾ ഇത് സാഹിത്യ രംഗത്തും സാംസ്കാരിക രംഗത്തും സിനിമാ രംഗത്ത് വരെ ഇവർ ന്യൂനപക്ഷത്തിൻ്റെ ഇത് പറഞ്ഞിട്ട് പേരെടുക്കുന്നുണ്ട്, ദളിതൻ്റെ ഇതും പറഞ്ഞ് പേരെടുക്കുന്നുണ്ട്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഒരു സിനിമാ സംവിധായകൻ, ഒരു ദളിത് സിനിമാ സംവിധായകൻ സദസ്സിൽ വേദിയിൽ വന്നത് കാരണം അയാൾ അവിടെ വന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാൾക്കെതിരെ ഇത് നടത്തി. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അദ്ദേഹത്തിന് 100 കൂട്ടം കാര്യങ്ങളുണ്ടാവുമായിരിക്കും പോകാൻ പറ്റാത്തത്. ഇതൊരു വളരെ ഒരു നല്ല കീഴ്വഴക്കമല്ല ഇത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകളാണ് നിങ്ങളിലേക്ക് ഇന്ത്യ ലൈവ് എത്തിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണം.